സ്വാമി ശരണമയ്യപ്പ. രണ്ടിരട്ടവടി. പേര് ഗോവിന്ദൻ മാഷ്, AKG സെൻറ്റർ, തിരുവനന്തപുരം. പിന്നെ ഭാഗ്യസൂക്ത അർച്ചന. പേര് ഗോവിന്ദൻ മാഷ്, AKG സെൻറ്റർ, തിരുവനന്തപുരം. ശബരിമലയിൽ വളരെ താമസിയാതെ കേൾക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു ഇരട്ടവെടിയും ഗോവിന്ദൻ മാഷിൻ്റെ പേരിൽ. രണ്ടാമത്, ഗോവിന്ദൻ മാഷിൻ്റെ പേരിൽ ഒരു ഭാഗ്യസൂക്തവും. എതിരാളി ശത്രുസംഹാര പൂജയാണ് ശരിക്കും വേണ്ടത്, കാരണം ശത്രുക്കൾ അകത്തുനിന്ന് തന്നെ ഉണ്ട്. എന്നാൽ പോലും ഒരു ഭാഗ്യസൂക്തം തൽക്കാലം മതി. പിന്നെ അത് ശത്രുസംഹാര പൂജ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഗണപതി ഹോമമൊക്കെ ചെയ്യാം. കൃത്യമായി അടുത്ത ശബരിമല സീസണിൽ ഗോവിന്ദൻ മാഷ് മാലയിട്ട് 41 ദിവസം വ്രതമൊക്കെ എടുത്ത് ശബരിമല പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. 89 രൂപ, 199 രൂപ, 1999 3 തോതിലാണ് മെമ്പർഷിപ്പ് ഉള്ളത്. ഞങ്ങൾ വെച്ചിരിക്കുന്ന മെമ്പർഷിപ്പല്ല, യൂട്യൂബ് കമ്പനി തന്നെ തരുന്നൊരു അംഗീകാരമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുക. ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പറയുന്നു, ശബരിമലയിലേക്കുള്ള യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമാണ്. മാഷേ, ആരാണ് അടച്ചത്? സുപ്രീം കോടതി വിധി ഇപ്പോഴും നിൽക്കുകയല്ലേ? സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് കിടക്കുകയല്ലേ? അത് റിവിഷൻ ബെഞ്ചിലേക്ക് പോയി, അത് അവസാനം ഭരണഘടനാ ബെഞ്ചിലേക്കൊക്കെ പോയി, അത് സുപ്രീം കോടതി നിൽക്കുകയല്ലേ? ആ അധ്യായം അടഞ്ഞോ? അധ്യായം അടഞ്ഞില്ല. എന്നാലും അടഞ്ഞു എന്ന് പറയുന്നത് ഇലക്ഷൻ തന്ത്രമാണ്. രാജ്യത്തെ എല്ലാവരും വിശ്വാസികളാണ്. അതുകൊണ്ട് വിശ്വാസികളെ വർഗീയവാദികളാക്കാതിരിക്കാൻ വിശ്വാസികളെ കൂടെ നിർത്തി വിശ്വാസികളെ ചോദ്യം ചെയ്യണമെന്നൊക്കെ പറയുന്ന ഈ ഗോവിന്ദൻ മാഷ് പലപ്പോഴും ഞാൻ ആരെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ ആരെന്ന് എനിക്കറിയാമെന്ന് ഞാൻ പറയുമ്പോൾ നീ ആരെന്ന് ഞാനെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ഉഡായിപ്പ് സംഭാഷണം നടത്തും. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ഒരിക്കലൊരു സമ്മേളനത്തിൽ പറയേണ്ട, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കെന്നെ കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്കെന്നെ കാണാൻ പറ്റാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ നിങ്ങൾക്കെന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യം. അത് വല്ലാത്തൊരു ഒരു ആളുകളെ കിറുക്കാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും അയ്യപ്പ ഭക്തന്മാരുടെ കാര്യത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമനായിട്ട് അയ്യപ്പനെ നമുക്ക് എടുക്കണം. രാജ്യത്തെ വിശ്വാസികളെ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വർഗീയവാദികളെ പ്രതിരോധിക്കണമെങ്കിൽ വിശ്വാസികളെ കൂട്ടി തന്നെ പിടിച്ചുകൊണ്ട് വേണം ചെയ്യേണ്ടതെന്ന് പറയുന്ന പുതിയ തത്വമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹം തത്വജ്ഞാനിയാണ്. അദ്ദേഹം ഈ CPM-ലെ ഒരു ആദർശവാദിയാണ്, തത്വജ്ഞാനിയാണ്, ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ക്യാപ്സൂളാണ് വിശ്വാസികളിലെ വർഗീയവാദികൾ കൊണ്ടുപോകാതിരിക്കാൻ വിശ്വാസികളെ തന്നെ കൂട്ടിൽ നിർത്തി വിശ്വാസികളെ തകർക്കണം. അപ്പോൾ എന്തായാലും അൾട്ടിമേറ്റ് വിശ്വാസത്തെ തകർക്കുക എന്നുള്ള ലോകത്തിന് വിധമായുള്ള ആവശ്യം കൂടി കണക്കിലെടുത്താണ് അയ്യപ്പ സംഗമം തീരുമാനിച്ച. രാജ്യത്തിന് അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു വിദേശി വന്ന് ശബരിമല വന്നപ്പോൾ പ്രശാന്തിൻ്റെ അടുത്തൊരു അഭിപ്രായം പറഞ്ഞു. പ്രശാന്ത് നോക്കി, കൊള്ളാമല്ലോ, നല്ല PR വർക്ക് കിട്ടുന്നതല്ലേ, വിദേശത്തു നിന്നൊക്കെ കുറച്ച് അയ്യപ്പന്മാരൊക്കെ വന്നാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് പ്രശാന്ത് എടുത്തിയാടി. അല്ലാതെ ഏത് ലോക സംഘടനയാണ് ആഗോള സംഗമത്തിന് വന്നത്? എന്തായാലും വർഗീയവാദികൾ വിശ്വാസികളല്ലെന്നും വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുണ്ടായി. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയും മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ ആരാണ് മാഷേ? നിങ്ങൾ ന്യൂനപക്ഷ പ്രകടനം ഇടയ്ക്ക് നടത്തും, ഇപ്പോൾ ഭൂരിപക്ഷ പ്രകടനം ചെയ്യുന്നു. ഒരു ഉപകരണം ഉപയോഗിക്കുന്ന വിശ്വാസികൾക്കൊപ്പമാണ് CPM. വിശ്വാസത്തിൻ്റെ നിലപാട് അന്നും ഇന്നും ഇന്നലെയും നാളെയും എടുക്കില്ല. കാരണം ഞങ്ങൾക്ക് 10 വോട്ട് വേണം, നിങ്ങളുടെ വോട്ട് നമുക്ക് വേണം. അതുകൊണ്ട് ഇന്നലെയും ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്, ഇന്നും വിശ്വാസികളോടൊപ്പമാണ്, നാളെയും വിശ്വാസികളോടൊപ്പമാണ്, മറ്റന്നാളും വിശ്വാസികളോടൊപ്പമാണ്, അതിൻ്റെ പിറ്റേന്ന് വിശ്വാസികളോടൊപ്പമാണ്. പിന്നെ എന്ന് വന്നാലും അന്നെല്ലാം ഞങ്ങൾ വിശ്വാസികളുടെ ഒപ്പമാണ്.